ഹലോ നമസ്കാരം, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ചാപ്റ്റർ ആണ്. ഇപ്പോൾ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷയൊക്കെ ആവാറായി, ഇനിയിപ്പോൾ അധികം സമയമില്ല നമുക്ക്. ഇപ്പോൾ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഒരു ടഫ് ചാപ്റ്റർ ഒന്നും അല്ല, നമുക്ക് കുറച്ചൊരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്. അങ്ങനെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒരു 90% ക്വസ്റ്റ്യൻസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് അതേ മോഡലിലുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞുകൂടെങ്കിൽ പോലും, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് നമുക്ക് ഒരുപാട് കൺസെപ്റ്റ് ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ പോലും വളരെ ചെറിയ ഒന്ന് രണ്ട് കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൽ നമുക്കറിയാം ബേസിക് ആയിട്ട് ട്രിഗണോമെട്രിക് വാല്യൂസ്, കുറേ ട്രിഗണോമെട്രിക് വാല്യൂസ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കാനുണ്ട്. സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്, സൈൻ 45ന്റെ 1/√2 ആണ്, സൈൻ 60 ഡിഗ്രിയുടെ 1/√3/2 ആണ്. അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് അറിയാനുണ്ട്. പിന്നെ നമുക്ക് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിലാണ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഒരുവിധം പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ആവുന്നത്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ നമ്മൾ സൈൻ തീറ്റ എന്താണെന്നും കോസ് തീറ്റ എന്താണെന്നും ഒക്കെ നമ്മൾ അറിയണം ക്വസ്റ്റ്യൻസ് മുന്നോട്ട് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മളിപ്പോൾ പറയുന്ന മെത്തേഡ് അനുസരിച്ചിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കൺസെപ്റ്റിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കൺസെപ്റ്റിലേക്ക് പോവാം. അപ്പം നമ്മൾ ഇതിനകത്ത് വേറെ കൂടുതലായിട്ട് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഡീപ്പിൽ പോയൊന്നും പറയുന്നില്ല, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൽ നമ്മൾ മെയിനായിട്ടും രണ്ട് ട്രയാങ്കിളുകൾ നമുക്ക് ഓർത്തിരിക്കാനുണ്ട്. രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് ഈ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ചാപ്റ്ററിൽ ഓർത്തിരിക്കാനുണ്ട്. ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് 30, 60, 90യുടെ ട്രയാങ്കിളാണ്. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ട്രയാങ്കിളാണ്. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും നമുക്ക് സൈൻ 30യും സൈൻ 60 ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 30, 60, 90 ആണെങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ ജസ്റ്റ് അങ്ങ് ഓർത്തിരിക്കുക, 1√3/2. ക്ലിയർ ആണോ? ഓക്കെ. സോ ആംഗിൾസ് നമുക്കറിയാം 30, 60, 90 ആണ്. സൈഡ്സിൻ്റെ റേഷ്യോ എന്താണ്? 1√3/2. ഇനി 1 എവിടെ വരും, √3 എവിടെ വരും എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. 60യുടെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്? √3 വരുന്നത്. 30യുടെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്? 1 വരുന്നത്. 90യുടെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്? 2 വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കാണാതെ പഠിച്ച് വെക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി പിന്നെ ഇത് ഒരിക്കലും എക്സാക്ട് സൈഡ്സ് അല്ല കേട്ടോ, ഇത് സൈഡ്സിന്റെ റേഷ്യോസ് ആണ്. 1 to √3 എന്ന് പറയുന്നത് സൈഡ് എന്ത് വേണേലും ആയിക്കൂടെ. നമ്മൾ ട്രയാങ്കിൾ വലുതായിട്ട് വരച്ചു കഴിഞ്ഞാൽ സൈഡ് വലുതാവും, ചെറുതായിട്ട് വരച്ചു കഴിഞ്ഞാൽ സൈഡ്സ് ചെറുതായിരിക്കും. പക്ഷേ ഇത് എന്തായിരിക്കും? സൈഡ്സിന്റെ റേഷ്യോസ് ആയിരിക്കും. സൈഡ്സിന്റെ റേഷ്യോസ് ഒരിക്കലും ചേഞ്ച് ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ നമുക്ക് ഓർത്തിരിക്കാനുണ്ട്. അടുത്തൊരു ട്രയാങ്കിൾ നമുക്ക് ഓർത്തിരിക്കാനുള്ളത് 45, 90യുടെ ട്രയാങ്കിൾ ആണ് കേട്ടോ. 45, 90 ഡിഗ്രിയുടെ ട്രയാങ്കിൾ ആണ് ഒരു അടുത്ത ട്രയാങ്കിൾ നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. അപ്പോൾ ഇതിന്റെ സൈഡ്സിന്റെ റേഷ്യോ 1/√2 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഈ അടുത്തടുത്ത സൈഡുകൾ 1 ആണ്, ഇത് √2 ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ. ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൽ ഒരു ഏകദേശം 85% മുകളിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ആവശ്യം മാത്രം മതി. നമുക്കല്ലാതെ മറ്റേ വാല്യൂസ് ഒന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. കാര്യം അവരെപ്പോഴും ചോദിക്കുന്നത് ഈ 30, 60, 90 ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കാര്യം സ്റ്റാൻഡേർഡ് ആംഗിൾസ് അല്ലേ നമുക്ക് അറിയാവൂ. 30 ഡിഗ്രി അറിയാം, 60 ഡിഗ്രി അറിയാം, 90 ഡിഗ്രി അറിയാം, 45 ഡിഗ്രി അറിയാം. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ആംഗിൾസ് അല്ലേ നമുക്ക് ട്രിഗണോമെട്രി വാല്യൂസ് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസ് ബേസ് ചെയ്തിട്ട് അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 23 ഡിഗ്രി ഒക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് ട്രിഗണോമെട്രിയുടെ ടേബിൾ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ വാല്യൂ ബ്രാക്കറ്റിൽ തരണം. അത് മാത്രമല്ല അതൊക്കെ ഭയങ്കര കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കൺവേർട്ട് ആവും. സോ അവർ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കൂ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ ഒന്ന് പോസ് ചെയ്തിട്ടേ ഈ രണ്ട് ട്രയാങ്കിൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ചതാണ്. 11/10/2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. എ 5 meter ലോങ് സ്റ്റെയർ കേസ് വിത്ത് എ സ്റ്റേബിൾ ബേസ് ഓൺ. ഇതിന് നമുക്ക് ഇപ്പോൾ പഠിച്ച ട്രയാങ്കിളുമായിട്ട് ഇതിന് ബന്ധമില്ല, ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ. ഓക്കെ. എ 5 meter ലോങ് സ്റ്റെയർ കേസ് വിത്ത് എ സ്റ്റേബിൾ ബേസ് ഓൺ എ റോഡ് ക്യാൻ റീച്ച് 2 window 4 meter and 3 meter ഹൈ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ റോഡ്. വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ റോഡ്? അതായത് ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. സ്റ്റെയർ കേസ് എത്ര മീറ്റർ വലിപ്പമുള്ളതാണ്? 5 മീറ്റർ വലിപ്പമുള്ള ഒരു സ്റ്റെയർ കേസിനെ നമുക്ക്
രണ്ട് വിൻഡോസിൽ ഇത് ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് ഈ സൈഡിൽ ഒരു വിൻഡോസിൽ ഇത് ഇങ്ങോട്ടേക്ക് ആക്കിയാൽ ഈ സൈഡിലെ വിൻഡോയിൽ ടച്ച് ചെയ്യും, ഇത് അങ്ങോട്ടേക്ക് ആക്കിയാൽ ആ സൈഡിലെ വിൻഡോയിൽ ടച്ച് ചെയ്യും. ഓക്കെ, അപ്പം അതും ലെങ്ത്, സ്റ്റെയർ കേസിന്റെ ലെങ്ത് ചേഞ്ച് ആവുന്നില്ലല്ലോ, സ്റ്റെയർ കേസിന്റെ ലെങ്ത് 5 മീറ്റർ തന്നെയാണ്. ഓക്കെ, വിത്ത് എ സ്റ്റേബിൾ ബേസ് സ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്. അതിന് നമുക്കിങ്ങനെ പെൻഡുലം പോലെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാം. ഓക്കെ, റീച്ച് 2 വിൻഡോസ് 4 മീറ്റർ ആൻഡ് 3 മീറ്റർ ഹൈ. ഈ ഹൈറ്റ് 4 മീറ്റർ ആണെങ്കിൽ ഇത് 3 മീറ്റർ ആയിരിക്കും. ഓക്കെ, 4 മീറ്റർ 3 മീറ്റർ ഹൈയിൽ അത് റീച്ച് ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡുകളിലേക്കും അതിനെ മൂവ് ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ റോഡ് അല്ലേ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൽ പൈതഗോറിയൻ തിയറം അപ്ലൈ ചെയ്തൂടെ. 5 4 3 ആണ് ട്രിപ്പിലറ്റ് എന്നറിയാം. 3 പൈതഗോറിയൻ തിയറം സാറ്റിസ്ഫൈ ആവുന്ന നമ്പേഴ്സ് ആണ് ട്രിപ്പിലറ്റ്സ്. അല്ലെങ്കിൽ ഇവിടെ എക്സ് ഇട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. എക്സ് സ്ക്വയർ പ്ലസ് 4 സ്ക്വയറിന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? 5 സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. സോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 9, എക്സ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അപ്പൊ ഈ സൈഡ് 3 ആണ്. സിമിലർലി ഇത് 5 ആണ്, ഇത് 3 ആണെങ്കിൽ ഇത് 4 എന്ന് വരും പൈതഗോറിയൻ തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇത് 3ഉം ഇത് 4ഉം, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ റോഡ് അല്ലേ ചോദിക്കുന്നത്. അപ്പൊ റോഡിന്റെ നടുക്ക് വെച്ചിട്ട്, നടുക്കല്ല ഏകദേശം ഒരു മിഡിൽ പോയിന്റിൽ വെച്ചിട്ട് ഇതിനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്ത് കളിക്കാം. അന്നേരം ആ സമയത്ത് എന്ത് പറ്റുന്നു? ഇത് 4 മീറ്ററിലും ഇത് 3 മീറ്ററിലും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ 3 + 4 ടോട്ടൽ 7 മീറ്റർ ആണെന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ റോഡ് എന്ന് പറയുന്നത്. പറഞ്ഞ ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കേ. ക്വസ്റ്റ്യൻ ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടേ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കേ. ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ഫൂട്ട് ഓഫ് എ ബിൽഡിംഗ്. ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും അറിയാമല്ലോ. അത് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. താഴേന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ, താഴേന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് എലിവേഷൻ. ആംഗിൾ ഓഫ് എലിവേഷൻ. ഇനി മുകളിൽ നിന്ന് താഴേക്ക് നോക്കുകയാണെങ്കിലോ, മുകളിൽ നിന്ന് താഴേക്ക് നോക്കുകയാണെങ്കിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, സോ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സിൽ, വേറെ ഒന്നുമില്ല. ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ഫുട്ട് ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിന്റെ ഓഫ് ദ ഫുട്ട് ഓഫ് എ ബിൽഡിംഗ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ഒരു ടവറിന്റെ ടോപ്പിൽ നിന്നും നമ്മൾ നോക്കുക. ഓക്കെ, ടവറിന്റെ ടോപ്പിൽ നിന്ന് നമ്മൾ നോക്കി. ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചതിന്റെ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് മെയിൻ. അത് കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല. ഫിഗർ വരച്ച്, ക്വസ്റ്റ്യൻ വായിച്ച് ഫിഗർ വരയ്ക്കുക, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്വസ്റ്റ്യൻ വായിച്ച് ഫിഗർ വരയ്ക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ഫുട്ട് ഓഫ് എ ബിൽഡിംഗ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. അപ്പൊ ഇത് ബിൽഡിംഗ് ആണെന്ന് വിചാരിച്ചോ. ഇത് ബിൽഡിംഗ് ആണ്, ബിൽഡിംഗ്. ഇത് ടവർ ആണ്. ഓക്കെ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ഫൂട്ട് ഓഫ് എ ബിൽഡിംഗ് എന്നല്ലേ പറയുന്നത്. അതായത് ഇത് ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ആണ്. ഇവിടുന്ന് ഫൂട്ടിലേക്ക് വരച്ചു. ഓക്കെ, ഫൂട്ടിലേക്ക് വരച്ചു ബിൽഡിംഗ്. ടോപ്പ് ഓഫ് എ ടവർ 32√3 മീറ്റേഴ്സ് ഹൈ. ടവറിന്റെ ഹൈറ്റ് അല്ലേ 32√3 മീറ്റർ എന്ന് തന്നേക്കുന്നത്. ടവറിന്റെ ഹൈറ്റ് 32√3 മീറ്റർ ഹൈ ആണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ആണ് 60 ഡിഗ്രി കേട്ടോ. ഈ ഷെയ്ഡഡ് ആംഗിൾ ആണ് 60 ഡിഗ്രി. കാര്യം നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ ബിൽഡിങ്ങിന്റെ ബോട്ടത്തിലേക്ക് നോക്കുക, ബിൽഡിങ്ങിന്റെ ഫൂട്ടിലേക്ക് നോക്കുക. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻസ് രണ്ടെണ്ണം കട്ട് ചെയ്യുമ്പോൾ ഈ ആംഗിളും ഈക്വൽ ആണ്. രണ്ട് പാരലൽ ലൈൻസിന് ഒരു ട്രാൻസ്വേഴ്സ് കട്ട് ചെയ്യുമ്പോൾ ഈ ആൾട്ടർനേറ്റ് ആംഗിൾസ്, അതായത് ഈ ആംഗിളും ഈക്വൽ ആണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ ഇതും 60 ഡിഗ്രി ആയിരിക്കുമെന്ന്. ഓക്കെ, 60 ഡിഗ്രി ആണ്. ഓക്കെ, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമ്മൾ പഠിച്ചായിരുന്നു. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു 90 60 30 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ. 90 60 30 നോക്കേ, ഇത് 32√3 നമ്മുടെ അടുത്ത് എന്താ ചോദിക്കുന്നത്? ഹൗ ഫാർ ഈസ് ദ ബിൽഡിംഗ് ഫ്രം ദ ടവർ എന്നല്ലേ ചോദിക്കുന്നത്. ഇത് ടവർ ഇത് ബിൽഡിംഗ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ ചോദിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ബേസ് ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്. 60 30 90 ട്രയാങ്കിളിന്റെ സൈഡിന്റെ റേഷ്യോ √3 1 2 ഇതല്ലേ, കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 60ന്റെ ഓപ്പോസിറ്റ് √3 അല്ലേ? 60ന്റെ ഓപ്പോസിറ്റ് √3 ആണ്. √3യുടെ വാല്യൂ തന്നിട്ടുണ്ട് 32√3.
60ന്റെ ഓപ്പോസിറ്റ് എന്താ വരണ്ടേ? √3 അല്ലേ വരണ്ടേ? √3യുടെ വാല്യൂ എന്താണ്? 32 √3 അല്ലേ തന്നേക്കുന്നത്. നമ്മുടെ അടുത്ത് 1ന്റെ വാല്യൂ അല്ലേ ചോദിക്കുന്നത്. 30ന്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നല്ലേ ചോദിക്കുന്നത്. അതായത് ഈ ഡിസ്റ്റൻസ് അല്ലേ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. √3യുടെ വാല്യൂ 32 √3 ആണെങ്കിൽ 1ന്റെ വാല്യൂവിന് എക്സ് എന്ന് ഇടാമല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. എക്സ് ഇൻറ്റു √3 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു √3 ഇവിടെ ഇതാണ്. എക്സ് ഇൻറ്റു √3 ഈസ് ഈക്വൽ ടു 32 √3 ഇൻറ്റു 1. ഇപ്പോൾ √3 ക്യാൻസൽ ആയി പോയിട്ട് എക്സിന്റെ വാല്യൂ എന്തെന്ന് കിട്ടും? 32 ആണ് ആൻസർ. ഓക്കെ, ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇച്ചിരി ഇതായിട്ട് തോന്നുന്നത്. അഥവാ ഇത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇത് ഈസിയാണ്, ഇതിനകത്തൊന്നും ഇല്ലാന്ന്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇത് ക്ലിയർ ആണ്, ഇതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ടോപ്പ് ഓഫ് എ സ്റ്റേജ് നോക്കിയാൽ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പെട്ടെന്ന് ചെയ്യും. വളരെ ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഫ്രം ദ ടോപ്പ് ഓഫ് എ സ്റ്റേജ് the angle of elevation of the top of the tower at a distance of 50 √3 meter is 30 degree. From the top of the stage, സ്റ്റേജിന്റെ ടോപ്പിൽ നിന്നും, from the top of a stage, the elevation of angle of the top of the tower. അതായത് നമ്മൾ സ്റ്റേജിന്റെ മുകളിൽ നോക്കുക. നമ്മൾ സ്റ്റേജിന്റെ മുകളിൽ നോക്കിയിട്ട് എങ്ങോട്ടേക്ക് നോക്കുക? ടവറിന്റെ മുകളിലേക്ക് നോക്കുക. ടവറിന്റെ മുകളിലേക്ക്, സ്റ്റേജിന്റെ മുകളിൽ നിന്ന് ടവറിന്റെ മുകളിലേക്ക് നോക്കുക. അപ്പൊ ഇത് സ്റ്റേജ്, ഇത് ടവർ. ഓക്കെ, ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 50 √3 മീറ്റർ. ഈ സ്റ്റേജും ടവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇത് കേട്ടോ. 50 √3 മീറ്റർ, 50 √3. പിന്നെ ഈ ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ഓക്കെ, ടോപ്പിലേക്ക് നോക്കി 30 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. ഹൈറ്റ് ഓഫ് ദ ടവർ ഈ 60 മീറ്റർ, ഹൈറ്റ് ഓഫ് ദ ടവർ 60 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് 50 √3 ആണ്. ഇത് 50 √3 ആണെങ്കിൽ ഇതും 50 √3 ആയിരിക്കത്തില്ലേ? ഇത് 60 ഡിഗ്രി, ഇതും 90 ഡിഗ്രി അല്ലേ? കാര്യം ബാക്കി ആംഗിൾസ് ആണ്. ഇത് 90 ഡിഗ്രി ആണ് നമുക്കറിയാം. ബാക്കി 60 ഡിഗ്രി എന്ന് വരും. 60ന്റെ ഓപ്പോസിറ്റ് 50 √3 അല്ലേ? √3യുടെ വാല്യൂ 50 √3 അല്ലേ? നമ്മുടെ അടുത്ത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണെന്നല്ലേ ചോദിക്കുന്നത്. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1 ആണല്ലോ. 1ന്റെ വാല്യൂ എക്സ് എന്ന് ഇടാം. എക്സ് സിംപ്ലിഫൈ ചെയ്യുമ്പം √3 കട്ടായി പോയിട്ട് 50 എന്ന് കിട്ടത്തില്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കാം, ഇത്രയും ഡിസ്റ്റൻസ് 50 ആണ്. നമ്മൾ ഈ ട്രയാങ്കിൾ ആണ് സിംപ്ലിഫൈ ചെയ്തത്, ഈ ട്രയാങ്കിൾ. ഓക്കെ, ഈ ഡിസ്റ്റൻസ് 50 എന്ന് കിട്ടി. ടോട്ടൽ ഡിസ്റ്റൻസ് 60 ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 60 ആണെങ്കിൽ എത്ര ആയിരിക്കും? 10 ആയിരിക്കത്തില്ലേ? ഈ 10 അല്ലേ ഹൈറ്റ് ഓഫ് ദ സ്റ്റേജ്? ഇതല്ലേ സ്റ്റേജ്? ഇത്രയും ഹൈറ്റ് 10. അപ്പൊ ഇത്രയും ഹൈറ്റ് എന്ത് തന്നെ ആയിരിക്കും? 10 തന്നെ ആയിരിക്കും. അപ്പൊ ഹൈറ്റ് ഓഫ് ദ സ്റ്റേജ് എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. നോക്കേ, നമ്മൾ ഇതിനകത്തെ മറ്റേ tan 60യും sin 60 ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ കാൽക്കുലേറ്റീവ് ആണ്. മറ്റേത് നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇതിനകത്ത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻ ചെയ്തോ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ, സിംപ്ലിഫൈ ചെയ്തോ. ഇത് ക്ലിയർ ആണല്ലോ, ഇതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പേഴ്സൺ ഒബ്സർവ്സ് ദാറ്റ് ദ ആംഗിൾ ഓഫ്, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ചെയ്തോ. The person observes that the angle of elevation of the top of the pole height 5 meter is 30 degree. അതായത് ഒരു പേഴ്സൺ നോക്കുക, ആംഗിൾ ഓഫ് എലിവേഷൻ മുകളിലേക്കാണ് നോക്കുന്നത്. ഒരു പോളിന്റെ ടോപ്പിലേക്കാണ് നോക്കുന്നത്. പോളിന്റെ ടോപ്പിലേക്ക് എത്ര ആംഗിൾ ഓഫ് എലിവേഷൻ? 30 ഡിഗ്രി. ഹൈറ്റ് തന്നിട്ടുണ്ട് 5 മീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, പോളിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് അല്ലേ ചോദിക്കുന്നത്. നോക്കെ, എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് 60 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. നമുക്കറിയാം 30യുടെ ഓപ്പോസിറ്റ് 1 ആ വരണ്ടേ. 30യുടെ ഓപ്പോസിറ്റ് 1 വരണം, 60യുടെ ഓപ്പോസിറ്റ് √3 വരണം. അങ്ങനെയാണെങ്കിൽ 1ന്റെ വാല്യൂ അല്ലേ ഈ 5 എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. 1ന്റെ വാല്യൂ 5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ചോദിക്കുന്ന √3യുടെ വാല്യൂ അല്ലേ. കാര്യം 60യുടെ ഓപ്പോസിറ്റ് √3 അല്ലേ വരണ്ടേ. 30യുടെ ഓപ്പോസിറ്റ് 1 വന്നാൽ 60യുടെ ഓപ്പോസിറ്റ് √3 വരണം. അപ്പോൾ √3യുടെ വാല്യൂ എക്സ് എന്ന് ഇട്ടൂടെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. എക്സ് ഇൻറ്റു 1 എക്സ് ഇസ് ഈക്വൽ ടു 5 × √3, 5 √3. ഇതല്ലേ ആൻസർ. എന്ത് സിമ്പിൾ ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കേ. ഓക്കെ, ഇല്ലേ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ sin 30 ഇടണോ tan 30 ഇടണോ ഒക്കെ ചിന്തിക്കണം. പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂ കാണാതെ അറിയണം. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഓക്കെ, അടുത്ത നോക്കേ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്തോ, ഒന്നുമില്ല ഇതിനകത്ത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രം 40 മീറ്റർ അവേ ഫ്രം ദ ഫുട്ട് ഓഫ് ദ ടവർ. ടവർ ഉണ്ട്. From 40 meter away from the foot of the tower, the angle of elevation of the top of the tower is 60 degree. ഈ ആംഗിൾ 60 ഡിഗ്രി. അതായത് ഇവിടുന്ന് നമ്മൾ ടോപ്പ് ഓഫ് ദ ടവറിലേക്ക് നോക്കുക. അപ്പം ആംഗിൾ 60 ഡിഗ്രി ആണ്. ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഇത് 30 ഡിഗ്രി ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ? 30ന്റെ ഓപ്പോസിറ്റ് 1 വരണ്ടേ. 1ന്റെ വാല്യൂ 14 തന്നിട്ടുണ്ട്. 1ന്റെ വാല്യൂ 40. 60യുടെ ഓപ്പോസിറ്റ് √3 വരണം. 1 40 ആണ്. √3 എന്താണ്? √3ക്ക് എക്സ് എന്ന് ഇടാമല്ലോ.
60യുടെ ഓപ്പോസിറ്റ് √3. √3ക്ക് എക്സ് എന്ന് ഇടാം. എക്സ് ഈസ് 40 × √3 എന്ത് വരും? 40 √3. 40 √3 ആണ് ആൻസർ. പക്ഷേ 40 √3 ആണ് ആൻസർ. പക്ഷേ ഇത് കിട്ടിയിട്ടേ നമുക്ക് മുകളിലും താഴെ ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൂടെ? കാര്യം നമുക്ക് ഡയറക്റ്റ് ആൻസർ തന്നിട്ടില്ല എന്നുള്ളതാണ്. ഡയറക്റ്റ് ആൻസർ തന്നിട്ടില്ല. സോ 40 × √3 മുകളിലും താഴെ എന്ത് ചെയ്തു? √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. √3 × √3 3 × 40 120. 120/√3 അല്ലേ ആൻസർ? ഓക്കെ, 40 √3 തന്നെയാണ്. പക്ഷെ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതി, റാഷണലൈസേഷൻ ചെയ്ത് എഴുതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. എ ടെലിഗ്രാഫ് പോസ്റ്റ് ഈസ് ബെൻഡ് അറ്റ് എ പോയിന്റ് എബോവ് ദ ഗ്രൗണ്ട്. ഒരു ടെലിഗ്രാഫ് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഗ്രൗണ്ടിന്റെ എബോവ് ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്തു? ബെൻഡായിപ്പോയി ഇങ്ങനെ. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തുണ്ടോ? ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഗ്രൗണ്ടുമായിട്ട് ചേർന്നിട്ട് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. അപ്പോൾ ഇത് ഇവിടെ ഇല്ല, ബെൻഡായിപ്പോയി. ഓക്കെ, ഇറ്റ്സ് ടോപ്പ് ജസ്റ്റ് ടച്ചസ് ദ ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 8 √3 മീറ്റർ ഫ്രം ഇറ്റ്സ് ഫൂട്ട്. ഫൂട്ടിൽ നിന്നും 8 √3 മീറ്ററിലാണ് അത് എന്ത് ചെയ്യുന്നത്? ഇവിടേക്ക് ടച്ച് ചെയ്യുന്നത്. ഈ ടോപ്പ് പാർട്ട് ഇവിടേക്ക് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. അതായത് ഗ്രൗണ്ടുമായിട്ട് എത്ര ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്? 30 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. ഇത് 90 ആണെന്നറിയാം, ഇത് 60 ഡിഗ്രി ആണെന്നറിയാം. 60ന്റെ ഓപ്പോസിറ്റ് 8 √3 ആണ്. √3യുടെ വാല്യൂ 8 √3 ആണ്. കറക്റ്റ് അല്ലേ? നമുക്ക് 30ന്റെ ഓപ്പോസിറ്റ് കാണാൻ അറിയാമല്ലോ, 1 അല്ലേ വരണ്ടേ? അങ്ങനെയാണെങ്കിൽ 1ന്റെ വാല്യൂ എക്സ് എന്ന് ഇടാമല്ലോ. ഒരു മിനിറ്റ്, നമ്മുടെ അടുത്ത് ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് അല്ലേ ചോദിക്കുന്നത്? ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നോക്കേ, 30ന്റെ ഓപ്പോസിറ്റ് 1, 90ന്റെ ഓപ്പോസിറ്റ് 2. ഈ രണ്ടും ഒന്നും കൂടി ചേരുന്നതല്ലേ ടോട്ടൽ ഹൈറ്റ്? നമുക്കറിയാം 30ന്റെ ഓപ്പോസിറ്റ് എന്ത് വരണം? 30ന്റെ ഓപ്പോസിറ്റ് 1 വരണം. 90ന്റെ ഓപ്പോസിറ്റ് എന്ത് വരണം? നമ്മുടെ ട്രയാങ്കിൾ അനുസരിച്ചിട്ട് 2 വരണം. അപ്പൊ ഈ രണ്ടും ഈ ഒന്നും കൂടി ചേരുന്നതല്ലേ ടോട്ടൽ ഹൈറ്റ്? 2 1 3 അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? √3യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 8 √3. √3യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 8 √3. 3യുടെ വാല്യൂ നമ്മളടുത്ത് ചോദിക്കുന്നത്, 3യുടെ വാല്യൂ എന്താണ്? എക്സ് ആണ്. 3യുടെ വാല്യൂ നമ്മളടുത്ത് ചോദിക്കുന്നു എക്സ്. സോ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? √3 കട്ടായി പോയി. എക്സ് ഈസ് 8 × 3 24. ഓക്കെ, അതായത് എക്സ് × √3 ഈസ് 8 √3 × 3 എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് ഈസ് 24 എന്ന് വരും. പറഞ്ഞ ക്ലിയർ ആണോ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ sin 60യും sin 30 ഒക്കെ അപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നത് എന്ത് കാൽക്കുലേറ്റീവ് ആയിരിക്കും? എത്ര സമയം എടുക്കും? ഓരോ 2 ഇക്വേഷനൊക്കെ ഉണ്ടാക്കി സിംപ്ലിഫൈ ചെയ്ത് ഒരുപാട് സമയം എടുക്കും. സോ ഇതിനകത്ത് ഈ ഒരു റേഷ്യോ അറിഞ്ഞിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. സമയം ഒന്നും വേസ്റ്റ് ആവാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് നോക്കി, RRB ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ടോപ്പ് ഓഫ് എ പ്ലാറ്റ്ഫോം ഓഫ് 7 മീറ്റർ ഹൈ. നിങ്ങൾ തന്നെ പോസ് ചെയ്ത് ചെയ്തോ. ഫ്രം ദ ടോപ്പ് ഓഫ് എ പ്ലാറ്റ്ഫോം 7 മീറ്റർ ഹൈ. 7 മീറ്റർ ഹൈ പ്ലാറ്റ്ഫോം, ഇതിൽ നിന്നും ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടവർ വിച്ച് ഈസ് 47 മീറ്റർ ഹൈ. അടുത്തൊരു ടവറിലേക്ക് നമ്മൾ നോക്കുകയാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ എത്ര എന്നാ പറയുന്നത്? ആംഗിൾ ഓഫ് എലിവേഷൻ 47 മീറ്റർ ടവർ ആണെന്നാ പറയുന്നത്. ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി. ഓക്കെ, ഹൗ ഫാർ ഈസ് എ ടവർ ലൊക്കേറ്റഡ് ഫ്രം ദ പ്ലാറ്റ്ഫോം? നമ്മുടെ അടുത്ത് ഈ ഡിസ്റ്റൻസ് അല്ലേ ചോദിക്കുന്നത്? ഈ ഡിസ്റ്റൻസാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത്ര 7 ആണല്ലോ, ഇത്ര 7 ആണ്. ഇതും 7 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇത് 40 വരണ്ടേ? മൊത്തത്തിൽ 47 അല്ലേ? ബാക്കി 40 വന്നു. 30ന്റെ ഓപ്പോസിറ്റ് 40, ഇത് 60 അല്ലേ? ഇത് 90 അല്ലേ? 30ന്റെ ഓപ്പോസിറ്റ് 1 വരണം. 1ന്റെ വാല്യൂ 40. 60യുടെ ഓപ്പോസിറ്റ് √3 വരണം. അതായത് ഈ സൈഡ് √3 ആണ്. √3യുടെ വാല്യൂ എക്സ് വരണം. എക്സ് എന്ന് പറയുന്നത് 40 √3. എക്സ് 40 √3 എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് 40 √3 എന്ന് കിട്ടി. ആ ഡിസ്റ്റൻസ് തന്നെയല്ലേ ഈ ഡിസ്റ്റൻസ് 40 √3 കണ്ടു. രണ്ടും ഈക്വൽ ആണല്ലോ. നമ്മുടെ തലല്ലേ ചോദിക്കുന്നത് ഹൗ ഫാർ ഈസ് എ ടവർ ലൊക്കേറ്റഡ് ഇൻ ദ പ്ലാറ്റ്ഫോം? ആൻസർ എന്ത് വരും? 40 √3. ഓക്കെ, എന്ത് പെട്ടെന്ന് ആൻസർ കിട്ടിയെന്ന് നോക്കാം. നമുക്കിത് ഞാൻ പിന്നെ ഇത് പറയുന്ന കാര്യം നമ്മൾ അങ്ങനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കാൽക്കുലേറ്റീവ് ആണ്. നമ്മൾ സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും വാല്യൂസ് ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ സൈഡ് റേഷ്യോസ് അറിഞ്ഞിരിക്കുക. ഈ 60 30 90 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ട്രയാങ്കിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഫ്രം ദ ടോപ്പ് ഓഫ് എ പ്ലാറ്റ്ഫോം 18 മീറ്റർ ഹൈ ദ എലിവേഷൻ ഓഫ് ദ ആംഗിൾ ഓഫ് ടോപ്പ് ഓഫ് ദ ടവർ ഈസ് 30 ഡിഗ്രി. ഒരു പ്ലാറ്റ്ഫോം 18 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം ടോപ്പ് ഓഫ് ദ ടവറിലേക്ക് നമ്മൾ നോക്കുകയാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ഓക്കെ, എന്നിട്ട് പ്ലാറ്റ്ഫോം ഈസ് ലൊക്കേറ്റഡ് 75 √3 മീറ്റർ എവേ ഫ്രം ദി ടവർ. 75 √3 മീറ്റർ എവേ ഫ്രം ദി ടവർ എന്നല്ലേ പറയുന്നത്?
ഇത് 75√3 ആണെങ്കിൽ ഇതും 75√3 ആയിരിക്കുമല്ലോ. ഓക്കെ, 75√3 ആണ്. ഇത് 90 ഡിഗ്രി ആണ്, ഇത് 60 ഡിഗ്രി ആണ്. നമുക്കറിയാം 60യുടെ ഓപ്പോസിറ്റ് √3 ആ വരണ്ടേ. 60യുടെ ഓപ്പോസിറ്റ് √3 ആ വരണ്ടേ. √3യുടെ വാല്യൂ തന്നിട്ടുണ്ട് 75√3. നമ്മുടെ അടുത്ത് ചോദിക്കുന്ന 30ന്റെ ഓപ്പോസിറ്റ് എന്താണെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ടവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റിൽ 30ന്റെ ഓപ്പോസിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. 30ന്റെ ഓപ്പോസിറ്റ് 1 അല്ലേ വരണ്ടേ. 1ന്റെ വാല്യൂ എക്സ് എന്ന് ഇടാമല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇസ് ഈക്വൽ ടു √3 കട്ടായി പോയിട്ട് 75 എന്ന് വരത്തില്ലേ. അപ്പൊ എക്സ് 75 എന്ന് വന്നു. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് 75 ആണ്. ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് അറിയാം 18 ആണ്. ഈ 75ഉം 18 കൂടെ കൂട്ടുന്നതല്ലേ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ടവർ എന്ന് പറയുന്നത്. 93 എന്ന് വരത്തില്ലേ. 75 അധികം 18 അല്ലേ ആൻസർ 93. എത്ര സമയം എടുത്തു, പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്തൂടെ. ഫിഗർ വരച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി. ഓക്കെ, അടുത്ത് നോക്കാം. 2 pillars of 5 meter and 10 meter stand straight on the ground. 2 pillars ഉണ്ട്, 5 മീറ്റർ ഉള്ളതുണ്ട്, 10 മീറ്റർ ഉള്ളതുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ആയിരിക്കും ഉറപ്പായിട്ടും വരുന്നത്. 5 മീറ്റർ, 10 മീറ്റർ. Stand straight on the ground. The distance between bottom is 12 meter. Distance between രണ്ടിന്റെ ബോട്ടം 12 മീറ്റർ ആണ്. Find the distance between the top. ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചേ, ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചേ. നമുക്ക് ഈ 2 ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ടോപ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. ഇത് 12 ആണ്, ഇതും 12 എന്ന് വരുവേ. ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് 12 ആണ്. ഇത് 5 എന്ന് വരുമല്ലോ, കാര്യം ടോട്ടൽ 10 ആണ്. ഇത്ര 5 ആണ്, ഇത്ര 5 ആണ്, ഇതും 5 എന്ന് വരും, ബാക്കി 5 എന്ന് വരും. ഓക്കെ, 12 5ന്റെയും 13. ആൻസർ ട്രിപ്പിളായിട്ട് 13 ആണ്. കാര്യം 12 5 കോമ്പിനേഷൻ 13 ആണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ മതി, പൈതഗോറിയൻ തിയറം അപ്ലൈ ചെയ്താൽ മതി. 12² + 5² വാല്യൂ എന്തിന് ഈക്വൽ ആണ്? x² ഈക്വൽ ആണല്ലോ. അപ്പൊ എക്സ് എന്ത് വരും? 13 വരും. ഒന്നുമില്ല, സിമ്പിൾ അല്ലേ. നോക്കേ, അടുത്തത്. ഫ്രം ദ ടോപ്പ് ഓഫ് എ പ്ലാറ്റ്ഫോം 5 മീറ്റർ ഹൈ. ഒരു പ്ലാറ്റ്ഫോം 5 മീറ്റർ ഹൈ ഉള്ള ഒരു പ്ലാറ്റ്ഫോം, 5 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടവർ വാസ് 30 ഡിഗ്രി. ഒരു ടവറിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി ആണ് കേട്ടോ. ടവർ ഇതാണ്, ഇത് ഫുള്ള് ടവറാണ്. 30 ഡിഗ്രി. ഓക്കെ, ഇഫ് ദ ടവർ വാസ് 45 മീറ്റർ ഹൈ. ടവർ 45 എന്ന് പറയുമ്പോൾ ഇത്രയും 5 ആണേ, ഇത് 40 വരണ്ടേ റിമൈനിങ്. നല്ല ടോട്ടൽ 45 ആവും. ഹൗ ഫാർ വാസ് ദ പ്ലാറ്റ്ഫോം ഫ്രം ദ ടവർ. ടവറിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്കുള്ള ദൂരം. ടവറിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്കുള്ള ദൂരം. ഇത് പ്ലാറ്റ്ഫോം ആണേ നമ്മുടെ, ഇത് ടവർ ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ ചോദിക്കുന്നത്. ഓക്കെ, 30ന്റെ ഓപ്പോസിറ്റ് 1 ആണ്. 1ന്റെ വാല്യൂ 40 തന്നിട്ടുണ്ട്. ഇത് 90 ആണെന്നറിയാം, ഇത് 60 ആണെന്നറിയാം. 60യുടെ ഓപ്പോസിറ്റ് √3 വരണം. √3യുടെ വാല്യൂ എക്സ് ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ x × 1 x ഈസ് ഈക്വൽ ടു 40√3 എന്ന് വരും. ഈ 40√3 നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയും ഡിസ്റ്റൻസ് 40√3 എന്ന് കിട്ടിയല്ലോ. 60യുടെ ഓപ്പോസിറ്റ് 40√3 വരണം. 40√3 തന്നല്ലേ ഇവിടെയും 40√3. സോ ഹൗ ഫാർ വാസ് ദ പ്ലാറ്റ്ഫോം ഫ്രം ദ ടവർ എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് വരും? 40√3 എന്ന് വരും. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻസ് കട്ടായി പോയതാണേ. ഓക്കെ, അടുത്ത നോക്കേ. ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് നമ്മൾ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 30 ഡിഗ്രി 60 ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി ഇത്രയും ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇന്ന് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗ്രൂപ്പ് ഡിയിൽ ചോദിക്കുന്ന ടൈപ്പ് ഈ ഒരു ഫിഗർ പാറ്റേൺ നിങ്ങൾ കണ്ടില്ലേ, ഇത് ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യാനൊന്നും ഇല്ല അതിനകത്ത്. പെട്ടെന്ന് സിംപ്ലിഫൈ ആവും. പക്ഷെ ചെറുതായിട്ടൊന്ന് പടം വരയ്ക്കാനൊന്ന് അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ നോക്കാം, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഫിഗർ പാറ്റേൺ ആണ് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത്. കാര്യം ഇതിനകത്ത് ഈ ഒരു ഫിഗർ പാറ്റേണിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നറിയാവോ? ശരിക്കും പറഞ്ഞാൽ അതിലൊന്നുമില്ല. പക്ഷെ പിന്നെ ചെറിയൊരു ഫിഗർ വരയ്ക്കാനുണ്ട്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പം ഗ്രൂപ്പ് ഡിയിൽ ചോദിക്കാൻ പറ്റിയ പാറ്റേൺ ആണത്. ഓക്കെ, സോ ബാക്കി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്ക്. ക്വസ്റ്റ്യൻസ് ഉള്ളത് സിംപ്ലിഫൈ ചെയ്ത് നോക്ക്. നമുക്ക് ഈ ഒരു 60 30 90 ട്രയാങ്കിളും 45 45 90 ട്രയാങ്കിളും ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്ത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്ത് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ വീഡിയോസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്. നമ്മളൊരു ലൈവ് സെഷൻസ് ചെയ്യുന്നുണ്ട് ഇനി വരുന്ന ടൈമിൽ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു വെരി മച്ച്.